ഇപ്പോൾ നമ്മൾക്ക് ലഭിക്കുന്ന വിവരം അനുസരിച്ച് ഈ സ്ത്രീകളെ ഒരു യൂസ് ആൻഡ് ത്രോ അല്ലെങ്കിൽ ഒരു ഡിസ്പോസിബിൾ സംഭവമായി വസ്തുവായി കണ്ടിരുന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കേണ്ടത്. തനിക്ക് വേണ്ട കാര്യങ്ങൾക്കെല്ലാം ഉപയോഗിക്കുന്നു, അതിനുശേഷം വീണ്ടും ഒരു ഉപയോഗവും ഇല്ലാത്ത ഒരു വസ്തു പോലെ തള്ളിക്കളയാൻ ശ്രമിക്കുന്നു. എല്ലാ പരാതികളിലും ഇതേ മോഡസ് ഓപ്പറാൻഡിയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഇപ്പോൾ ഈ ഒരു കേസിലാണെങ്കിലും വിലപിടിപ്പുള്ള വസ്തുക്കൾ ആവശ്യപ്പെടുന്നു. ഒരു ജനപ്രതിനിധിയാണ്, അതിനു മുമ്പ് തന്നെ ഒരു സംഘടനയുടെ നേതൃത്വത്തിൽ വർഷങ്ങളായി വർക്ക് ചെയ്യുന്ന ഒരാളാണ്. വിലപിടിപ്പുള്ള വസ്തുക്കൾ ആവശ്യപ്പെടുന്നു, അത് വാങ്ങിച്ചു നൽകുന്നു. അതുപോലെ തന്നെ ഫ്ളാറ്റ് വാങ്ങണമെന്ന് പറയുന്നു. ഇതിനു മുൻപുള്ള ഒരു കാലഘട്ടത്തിൽ ഉപതെരഞ്ഞെടുപ്പ് ആയപ്പോഴേക്കും കളം മാറുന്നു, ആ പെൺകുട്ടിയെ ബ്ലോക്ക് ചെയ്യുന്നു, എല്ലാ സമൂഹ മാധ്യമ അക്കൌണ്ടുകളിൽ നിന്നും ബ്ലോക്ക് ചെയ്യുന്നു, മെയിൽ ബ്ലോക്ക് ചെയ്യുന്നു. ഉപതെരഞ്ഞെടുപ്പ് കഴിഞ്ഞതിന് ശേഷം വീണ്ടും ആ പെൺകുട്ടിയെ സമീപിക്കുന്നു, അവിടെ ഫ്ളാറ്റ് വാങ്ങാം, അവിടെ ജീവിക്കാമെന്ന് പറയുന്നു. അപ്പോ ഈ മൂന്നാമത്തെ കേസിനെ സംബന്ധിച്ചിടത്തോളം അന്വേഷണ സംഘം, ഒരു കേന്ദ്രീകൃത അന്വേഷണ സംഘമുണ്ട്. അതിനുശേഷം ഈ പരാതി നടക്കുന്ന രണ്ട് സ്ഥലങ്ങൾ, ഒന്ന് പത്തനംതിട്ടയും പാലക്കാടും, ഈ രണ്ട് മേഖലയിൽ കേന്ദ്രീകരിച്ച് കൃത്യമായ അന്വേഷണം നടത്തുന്നു, പരാതിക്കാരിയുടെ മൊഴി രേഖപ്പെടുന്നു. അപ്പോൾ വൈകി വന്ന ഒരു പ്രേക്ഷകർക്ക് വേണ്ടി ഈ മൂന്നാമത്തെ കേസ് ഏത് രീതിയിലാണ് ഇപ്പോൾ കൈകാര്യം ചെയ്യപ്പെട്ടിരിക്കുന്നത്? അതിനൊടുവിലാണല്ലോ കഴിഞ്ഞ ദിവസം 15 മിനിറ്റ് നീണ്ട അതീവ നാടകീയമായ ഓപ്പറേഷന് ശേഷം രാഹുൽ മാങ്കൂട്ടത്തലിനെ അറസ്റ്റ് ചെയ്യുന്നത്. സംഘടനാ പ്രവർത്തനവുമായി ബന്ധപ്പെട്ട് പരിചയപ്പെട്ടു എന്ന് പെൺകുട്ടി പറയുന്നില്ല. പകരം ഈ രാഹുൽ മാങ്കൂട്ടത്തലുമായി പരിചയത്തിലായിരുന്നു. അതിനുശേഷം ഈ പെൺകുട്ടിയോട് വിവാഹബന്ധം വേർപെടുത്താൻ രാഹുൽ മാങ്കൂട്ടത്തിൽ ആവശ്യപ്പെട്ടു. താൻ വിവാഹം കഴിക്കാമെന്നും അതടക്കമുള്ള കാര്യങ്ങൾ പറഞ്ഞു. അതിനുശേഷം ഈ പെൺകുട്ടിയെ ലൈംഗികമായി പീഡിപ്പിച്ചു, ഗർഭം ധരിക്കാൻ നിർബന്ധിച്ചു. ശേഷം ഈ ഉപതെരഞ്ഞെടുപ്പിന് മുൻപ് അതായത് ഉപതെരഞ്ഞെടുപ്പിന് തൊട്ട് മുൻപ് ഈ പെൺകുട്ടിയോടുള്ള ബന്ധം അത് വേർപെടുത്തുന്നു. അതിനുശേഷം ഈ പെൺകുട്ടിക്ക് അതിനു മുൻപ് തന്നെ ഗർഭചിത്രം അടക്കമുള്ള കാര്യങ്ങൾ നടത്താൻ ഇയാൾ നിർബന്ധിച്ചു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഉപതെരഞ്ഞെടുപ്പിന് ശേഷം വീണ്ടും രാഹുൽ മാങ്കൂട്ടത്തിൽ ബന്ധം സ്ഥാപിക്കാൻ തിരിച്ചെത്തുന്നൊക്കെയുള്ള കാര്യങ്ങൾ ഈ പെൺകുട്ടി ഇതുമായി ബന്ധപ്പെട്ട് വ്യക്തമാക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം. ഏതായാലും അതടക്കം വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ, തെളിവുകൾ അത് പെൺകുട്ടി കൈമാറിയിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം. ക്രിസ്റ്റീന, ഷഫീദ് റാവുത്തറാണ് തിരുവനന്തപുരത്ത് നിന്ന് വിശദാംശങ്ങളുമായി ചേർന്നത്. രാഹുൽ മാങ്കൂട്ടത്തിൽ MLA, വളരെ അപൂർവമായ സംഭവമാണ് ഒരു ജനപ്രതിനിധി ഇത്തരത്തിൽ ഒരു വിഷയത്തിൽ അറസ്റ്റിലാകുന്നത്. ഇതൊരു കേസല്ല.